ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങൾ കൂടി, പൂള, പിന്നെ പാൽച്ചേമ്പ്, കറുവത്ത്, പിന്നെ അതുപോലെ തന്നെ ചീനാപ്പറങ്കി, അതൊക്കെ ഇട്ടിട്ട് നമ്മളൊരു കറി ഉണ്ടാക്കാൻ പോവാണേ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാ നമ്മൾ ആ കറുവത്തും പൂളയും പിന്നെ ചെറുചേമ്പും അതൊക്കെ നമ്മൾ കഴുകി അരിഞ്ഞ് നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് വേവിക്കാം. അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർത്തോണം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങയിൽ മുളക് പൊടി ചേർക്കാതെ തേങ്ങയിൽ ചീനാപ്പറങ്കി കാന്താരി മുളക് ഇട്ടിട്ട് അരയ്ക്കാം. അപ്പോൾ കുറച്ച് എരിവുണ്ടാവും. ഞാൻ അപ്പോൾ അത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് വെച്ചത്. അപ്പോൾ കറുവത്ത്, പാൽച്ചേമ്പ്, പൂള, ചേമ്പും തണ്ട് ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ ഇണ്ണിത്തണ്ട്. അപ്പോൾ ഇതൊക്കെ ഇണ്ണിത്തണ്ട് കറുവത്തെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ശരീരത്തിനും വയറ്റിലേക്കൊക്കെ ചെന്നാൽ നമ്മുടെ വയറ്റിലുള്ള വേണ്ടാത്ത സാധനങ്ങളൊക്കെ പുറന്തള്ളാനൊക്കെ ഇണ്ണിത്തണ്ട് കറുവത്ത് അതൊക്കെ നല്ലതാണ് അല്ലേ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിനി കൂട്ടാനാവട്ടെ. ഓക്കെ അല്ലേ? അപ്പോൾ അതാ നമുക്ക് പടുകൂട്ടാൻ കുക്കറിൽ ആയിട്ടുണ്ട്, ആവണുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് അയില രാവിലെ ഇത്തിരി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അയില ഫ്രൈ ഉണ്ടാക്കാം. നമ്മൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ മീൻ പൊരിക്കുന്നത്. അപ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ നമുക്ക് അയില ഫ്രൈ ഉണ്ടാക്കാം. അയില പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ മച്ചുണനെ, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ മച്ചുണനെ. അപ്പൊ ഇതെന്താന്നറിയോ? ഇതാ ചീനാപ്പറങ്കിയും ചെറുള്ളി ഇട്ടിട്ട് സമ്മന്തി അരക്കുകയാണ് കേട്ടോ. അതൊക്കെ ചീനാപ്പറങ്കി ചെറുള്ളി ഇട്ടിട്ട് കണ്ടോ, അങ്ങനെ ചെറിയ ഇതിലിങ്ങനെ മെല്ലെ അരയ്ക്കുക. ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാ നന്നായിട്ട് ചെറുള്ളി, കുറച്ച് വലിയ ഉള്ളിയാണ് കേട്ടോ, ചെറുള്ളി പറയാൻ പറ്റില്ല. അരച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി അതിലേക്ക് നമ്മൾ ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിക്കണേ. അപ്പോൾ ഇതാട്ടോ നമ്മൾ അതിൽ അരയ്ക്കാനുള്ള തേങ്ങയാണ്. തേങ്ങ, വെളുത്തുള്ളി, ചെറിയ ജീരകം, വേപ്പിൻ്റെ ഇല, ചെറുള്ളി ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. എൻ്റെ അടുത്ത് വലിയ ഉള്ളി ആയതുകൊണ്ടാണ്. പിന്നെ അപ്പോൾ ഇത് കൂട്ടിയിട്ട് അരയ്ക്കുക കേട്ടോ. അപ്പോൾ കറി ഇതാ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് തേങ്ങ അരയ്ക്കാം. തേങ്ങ അരച്ചത് ഒഴിക്കാം. അപ്പോൾ അതാ നമ്മുടെ കഞ്ഞി, അതുപോലെ തന്നെ അതാ നമ്മളെ മീൻ വറുത്തത്, പടുകൂട്ടാൻ ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാണേ. അപ്പോൾ ഇതാ കറിയൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറിയായി, മീനായി, പിന്നെ നമ്മുടെ സമ്മന്തിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് കഴിക്കുകയാണ്. കഞ്ഞിയൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ നമ്മുടെ
പടുകൂട്ടാനാണ്. ഒരു മീൻ പീസ് എടുക്കാം കേട്ടോ. വാമോള് കഴിക്കുന്നുണ്ട് കേട്ടോ, കഞ്ഞി കുടിക്കുന്നുണ്ട്. മറ്റേ വന്നിട്ടില്ല, പുറത്തിരിക്കുകയാണ്. ഇപ്പോൾ വരും. കുട്ടിയെ നോക്കാനായിട്ട് പുറത്തിരിക്കുകയാണ്. ചെറിയ മോനാണ്, അവന് 1 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ അവനെ നോക്കാൻ വേണ്ടിയിട്ട് അവർ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ചത്തെ സ്പെഷ്യലാണ്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പടുകൂട്ടാൻ എന്നാ പറയുക കേട്ടോ. നിങ്ങൾ എങ്ങനെയാണെന്നൊക്കെ അവിടെ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഒപ്പം നിങ്ങളുടെ കമൻറ്റും ഒക്കെ എൻ്റെ ചാനലിൽ വേണം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാം ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും, സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ച സ്പെഷ്യലാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ആദ്യമൊക്കെ എങ്ങനെയാ വെച്ചാൽ നമ്മുടെ പഴയ ആളുകളൊക്കെ തന്നെയല്ലേ കഞ്ഞി, പടുകൂട്ടാൻ, ചക്കക്കൂട്ടാൻ, ഉണക്കമീൻ ചുട്ടത് അല്ലേ, അതൊക്കെയല്ലേ പഴയ ആൾക്കാരുടെ ഭക്ഷണം. അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യം ഇപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ അവർ ഷുഗർ, പ്രഷറൊന്നും ഇല്ലാതെ. നമ്മളിപ്പോൾ കുഴിമന്തി, അൽഫാം, ബ്രോസ്റ്റ്, എന്താ പറയുക, മധൂത്ത്, ബിരിയാണി, ഷവർമ്മ, അങ്ങനെ ഒരുപാട് അത് നമ്മളതിന് അഡിക്റ്റ് ആയിട്ടുണ്ട് നമ്മളെല്ലാവരും. അപ്പോൾ നമുക്കതിനുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ ഇതിൽ കിട്ടണം. നമുക്കൊരു ദോഷം ഉണ്ടാവില്ല, നമ്മുടെ ശരീരത്തിന് നല്ല വിറ്റാമിൻ ഉള്ള സാധനങ്ങളാണ്. അപ്പോൾ അതുകൂടി പറയുക.